ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറച്ച് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഗ്ലോബൽ വില്ലേജിലാണ് കേട്ടോ. സംഭവം എല്ലാ വർഷവും നമ്മൾ പോവാറുണ്ട്. അപ്പോൾ ഈ വർഷം കൂടി ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. നമ്മൾ കയറുമ്പോൾ തന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ കുറേ കടകളുണ്ടാവും കേട്ടോ. ഫുൾ ഫുഡിൻ്റെ ആണേ. ഇവിടെ മെയിനായിട്ട് നമ്മൾ വരുന്നത് ഫുഡ് കഴിക്കാനും പിന്നെ പല കൺട്രീസിൽ നിന്ന് പല സാധനങ്ങൾ വാങ്ങിക്കാനാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, പല സാധനങ്ങളുടെയും റേറ്റ് പല വിധത്തിലാണ് ഇവർ പറയുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് കൺട്രിയിൽ പോയാലോ. ഫസ്റ്റ് നമ്മൾ പോകേണ്ടത് ജോർദാനിലാണേ. കണ്ടോ, ഇതുപോലെ പല കൺട്രീസ് തൊട്ടടുത്തായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ജോർദാനിൽ എന്തുറ്റാ ഉള്ളത് നോക്കാം. കണ്ടോ, നട്ട്സ്, അവരുടെ ഫ്ലവേഴ്സ്, കറി പൗഡർ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഉപ്പിലിട്ട കുറേ സാധനങ്ങളൊക്കെ കണ്ടുട്ടോ. ഈ സൈഡ് അവരുടെ കൺട്രിയിലത്തെ ഏതോ ഡ്രസ്സൊക്കെയാണ് കേട്ടോ. ഇതൊക്കെ തന്നെയാണ് നമ്മുടെ ജോർദാനിലുള്ളത്. അപ്പോൾ പിന്നെ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത കൺട്രിയിൽ പോകാനായിട്ട് നിൽക്കുവാണേ. ഇതാണ് നമ്മുടെ സൗദി. അപ്പോൾ നമുക്ക് സൗദിയിൽ കയറിയാലോ. അവിടെ എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇവിടെ കയറിയപ്പോഴും ഫസ്റ്റ് കണ്ടത് ഡ്രസ്സുകളും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ തന്നെ ഒരു ചേട്ടൻ പെർഫ്യൂം ട്രൈ ചെയ്യാൻ പറഞ്ഞിരുന്നു. പക്ഷേ അതിൻ്റെ സ്മെല്ല് എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ടില്ല. കാരണം എല്ലാം ഒരു സ്മെല്ലായിരുന്നു. മേ ബി അത് നമ്മുടെ ബോഡിയിൽ കുറേ നേരം നിൽക്കുമായിരിക്കും. പക്ഷേ എനിക്കൊന്നും വലിയ ഇഷ്ടമായില്ല. പിന്നെ അവരുടെ തേനാട്ടോ ഇതൊക്കെ. പിന്നെ മാല, വള ഐറ്റംസ്, പിന്നെ കുറേ മെറ്റീരിയൽസ് അതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ജാനിക്കുട്ടീനെ കണ്ടപ്പോൾ ആ ചേട്ടൻ ഫ്രീ ആയിട്ട് അവൾക്ക് വൈനൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം നല്ല കാറ്റുണ്ടായിരുന്നു കേട്ടോ അവിടെ. ഇനി നമുക്ക് വരുന്നത് ഈജിപ്തിലാണ് കേട്ടോ. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ബഹ്റിനും ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഫസ്റ്റ് ഈജിപ്തിൽ കയറി. അവിടെ എന്താ നോക്കാം. കണ്ടോ, കയറിയപ്പോൾ തന്നെ പെർഫ്യൂം ടെസ്റ്റ് ചെയ്യാൻ തന്നു. എനിക്കെന്തോ ഇവരുടെ സ്മെല്ലൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല. നമ്മുടെ ഒരു ടേസ്റ്റ് അല്ല. പിന്നെ യൂതിൻ്റെ ഒക്കെ അങ്ങനത്തെ ഒക്കെ ഡാർക്ക് സ്മെല്ല് ഇഷ്ടപ്പെടുന്നവർക്ക് അത്യാവശ്യം ഇഷ്ടപ്പെടുവേ. ഈജിപ്തിൽ മെയിനായിട്ട് കാണുന്നത് കണ്ടോ ഇതുപോലെ ഒരു പ്ലേറ്റ്, പിന്നെ ഈജിപ്ഷ്യൻ പിരമിഡുകൾ, അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെയാണ്. ഇതിൻ്റെ പ്രൈസ് പോലും ഞാൻ ചോദിച്ചില്ല കേട്ടോ. കാരണം കാണുമ്പോൾ തന്നെ അറിയാം കത്തി വിലയാണെന്ന്. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ നല്ല രസമാണ്. അതുപോലെ ഓരോ സാധനം ഇങ്ങനെ നോക്കി നടന്നു. പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ട് ഒരു പ്രത്യേക തരം ചെരുപ്പുകൾ. അപ്പോൾ തന്നെ ചേച്ചി മറ്റേ വിശറിയല്ലോ, എന്താ ഇതിന് പറയുക, അതിട്ട് ഇങ്ങനെ ആട്ടുണ്ടായിരുന്നു. കമ്മലുകൾ. പിന്നെ ഇവിടുത്തെ എല്ലാ കടയിലും ഇതുപോലെ മാല, വള ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു ഇതിനൊരു 30 ദിർഹംസ് 40 ദിർഹംസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ ഞാൻ ഈ കടയിലൊന്ന് ജസ്റ്റ് കയറി നോക്കിയപ്പോൾ എനിക്കൊരു ബ്രേസ്ലെറ്റ് ഇഷ്ടപ്പെട്ടു. പിന്നെ അത് വാങ്ങിച്ചു, വേറെ ഒന്നും നോക്കിയില്ല. അപ്പോൾ ആ കടയത്തെ ചേട്ടൻ എന്നോട് ചോദിക്കാൻ, മോളൊന്നും കഴിക്കാറില്ലേന്ന്. എന്താ ചെയ്യുക. അവിടെ കുറച്ച് നടന്നപ്പോഴേക്കും രാത്രി ആയിട്ടോ. രാത്രി ഒരു പ്രത്യേക രസമാണ്. എല്ലാ ലൈറ്റും കൂടി ഇങ്ങനെ വരുമ്പോൾ ഒരു അടിപൊളി വൈബാണ്. നമ്മൾ യമനിൽ കയറാൻ പോവാണേ. പിന്നെ ഈ കുട്ടീസൊക്കെ നമ്മുടെ ഒപ്പം ഉള്ളതുകൊണ്ട് എവിടെ തൊട്ടാലും പൈസയാണ്. അവർക്ക് എന്തെങ്കിലുമൊക്കെ വേണം. ഇവിടെ ഇവരുടെ തേനില്ലേ, ഹണി നല്ല ഫേമസ് ആണ് കേട്ടോ. മിക്കവരും വാങ്ങിക്കിണ്ടായിരുന്നു. നമ്മൾ വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ പോകുമ്പോൾ അവരുടെ കുറേ ആയുധങ്ങൾ, പിന്നെ മറ്റേ മാലയില്ലേ, മെറ്റൽ മാല, വെള്ളി കളർ മാലകളൊക്കെ ഉണ്ടായിരുന്നു. ഇതിനെന്തോ പേര് പറയുമല്ലോ, മറന്നും പോയി. അറിയുന്നവരൊന്നും കമൻറ്റ് ചെയ്യണേ. പിന്നെ ഇവരോടൊക്കെ ബാർഗെയിൻ ചെയ്യുകയാണെങ്കിൽ ഇവർ അത്യാവശ്യം പ്രൈസ് കുറച്ച് തരും. അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ ആ പൈസയ്ക്ക് തന്നെ വാങ്ങിക്കേണ്ടി വരും. അരുൺ ചേട്ടൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. പിന്നെ നമ്മൾ മലയാളികൾ ഇതിനൊക്കെ മിടുക്കാണല്ലോ.
ദേ ചേച്ചിക്ക് ഒരു ബ്രേസ്ലെറ്റ് കിട്ടിയായിരുന്നു. എൻ്റെ അളവിനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ എൻ്റെ കൈ നോക്കിയിട്ട് ഇല്ല എന്ന് വേഗം പറഞ്ഞു. കാരണം പിള്ളേരുടെ അളവാണ് എൻ്റെ അളവ്. പിന്നെ ചില കടകളിലാണെങ്കിൽ നമ്മുടെ സൈസിന് ആക്കി തരും ചെയ്യും കേട്ടോ. ഞാൻ പിന്നെ വാങ്ങിച്ചില്ല. അതെ ഐസ്ക്രീം കാട്ടി വിളിക്കുന്നു. ദൈവമേ, കാണിച്ചപ്പോഴേക്കും ഓടാനായിട്ട് എൻ്റെ പുത്രി ഉള്ളതുകൊണ്ട് ഓടിപ്പോയി. സാധനം കൊടുത്താൽ പിന്നെ നമ്മൾ പൈസ കൊടുക്കണമല്ലോ. അങ്ങനെ നമ്മൾ ഫസ്റ്റ് ടൈം ടർക്കിഷ് ഐസ്ക്രീം ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പിള്ളേർക്കാണ് കേട്ടോ, നമുക്കല്ലേ. ആരുട്ടിനോട് എന്തോ പറയുന്നുണ്ട്. ആരുട്ടി അത് അനുസരണോടെ കേൾക്കുന്നുണ്ട് കേട്ടോ. മിണ്ടാതെ കേട്ടാൽ എന്തെങ്കിലുമൊക്കെ കിട്ടിയാലോ. ഇതേ പിന്നെ ജാനിക്കുട്ടി അത് കണ്ടപ്പോൾ കൈ നീട്ടി പോണ്ടേ. ഇയാളിത് എന്ത് കുന്തോണ് കാണിക്കുന്നുള്ള എനിക്കൊരു ജാലിക്കൂട്ടി കിട്ടണില്ലല്ലോ സാധനം. അവസാനം കൊടുത്തിട്ടോ. ഫൈനലി 3 പേർക്കും കിട്ടി. ഇനി നമ്മൾ അടുത്ത കൺട്രിയിൽ കയറാമെന്ന് വിചാരിച്ച് നിൽക്കുവാണ്. ഇപ്പം നമുക്ക് കയറുന്നത് തുർക്കിയിലാണ്. ഇത് മിററാണ് കേട്ടോ. ഇതിന് 15 ദിർഹംസ് 10 ദിർഹംസ് എന്നൊക്കെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഈ കൺട്രിയിലുള്ള മെയിൻ എന്താ പറയുക സ്പെഷ്യൽ ഫുഡൊക്കെ ആയിരിക്കും ഇവിടെ ഇങ്ങനെ വെക്കുന്നത്. അതൊന്നും നമുക്ക് ട്രൈ ചെയ്തില്ല. പിന്നെ നോക്കിയപ്പോൾ അതേ കുറേ മെറ്റീരിയൽസ് കണ്ടു. എല്ലാ കടയിലും ഞാൻ പറഞ്ഞില്ലേ ഇതുപോലെ മെറ്റീരിയൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അത് കണ്ടപ്പോൾ സമി ചേച്ചി കട്ട് ചെയ്യുവാണ്. ഞാൻ വാങ്ങിച്ചില്ല കേട്ടോ. ഉള്ള മെറ്റീരിയൽസ് സ്റ്റിച്ച് ചെയ്തിട്ടില്ല. പിന്നെ നമ്മളിതേ അടുത്ത UAE തന്നെയാണ്. പിന്നെ ശ്രീലങ്ക കണ്ടു. അപ്പോൾ പിന്നെ വിചാരിച്ചു ശ്രീലങ്കയിൽ കയറി നോക്കാമെന്ന്. അങ്ങനെ അവിടെയും കയറി. ഓരോ കൺട്രീസിൽ ഫുൾ വീഡിയോ എടുക്കുകയാണെങ്കിൽ നമുക്ക് നടക്കില്ല. കാരണം അത്രയും കാണാനുണ്ട്. അപ്പോൾ ചില കൺട്രീസ് മാത്രമേ ഞാൻ എന്താ പറയുക അകത്ത് കയറി നല്ലോണം വീഡിയോസ് എടുത്തിട്ടുള്ളൂ. ഇവിടെയാണ് മെയിൻ സ്റ്റേജ്. ഇവിടെ നമ്മുടെ എന്താ പറയുക ഇവിടെയാണ് മിക്ക മെയിൻ പ്രോഗ്രാംസ് ഒക്കെ നടക്കുന്നത്. നടക്കുമ്പോഴാണ് ഒരു സംഭവം കണ്ടത്. ഒരു സംഭവമില്ല ഗൈസ്. ഇങ്ങനെ പെട്ടെന്ന് ഏറ്റവും മുകളിലേക്ക് പോയിട്ട് അവിടെ നിന്ന് 2 തലക്കുത്തിമറയിലൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ചു വന്ന് പിന്നെയും പോകുന്ന ഒരു സംഭവം. അതെ, ആ സ്ക്രീൻഷോട്ട് ചെയ്യാനായിട്ട് ഒരു ചേച്ചിയും ചേട്ടനും ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പുള്ളിക്കാരിയുടെ ഭർത്താവ് അപ്പുറത്തെ സൈഡിൽ നിൽക്കുവാണ് കൊച്ചിനെയും പിടിച്ച്. പുള്ളിക്കാരി കയറുന്നുണ്ട്. ഇത് കണ്ടപ്പോൾ തന്നെ എൻ്റെ ധൈര്യം പോയി. എനിക്ക് അത്യാവശ്യം റൈഡൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ഇതുപോലെയുള്ള റൈഡുണ്ടാ ഞാൻ അവിടെ തലറങ്ങി. എൻ്റെ പൊന്നോ എന്ത് ഹൈറ്റാണെന്നറിയും ഇത് പോണ കാണാൻ. വീഡിയോയിൽ അത്ര കാണില്ല. സംഭവം നല്ല ഹൈറ്റിലാണ് അവർ പോണത്. അവരുടെ സൗണ്ട് നമുക്ക് ഇവിടെ വരെ കേൾക്കാൻ പറ്റും കേട്ടോ. നമുക്ക് അടിപൊളിയായിട്ട് ഇവിടെ ഇരുന്ന് ചിരിക്കാൻ പറ്റും. പക്ഷെ അവരുടെ ഉള്ളിൽ പോണത് വേറൊക്കെ ആയിരിക്കും. പിന്നെ കുട്ടീസിനായിട്ടുള്ളത് കുറേ സംഭവം നമുക്ക് വേണമെങ്കിലും ഇരിക്കാം. അങ്ങനെ അവിടെ നിന്ന് നടന്നപ്പോൾ ജപ്പാൻ കണ്ടു. എല്ലാ കൺട്രീസിലും ഞാൻ പറഞ്ഞ പോലെ കയറാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ അത് അപ്പുറത്ത് അഫ്ഗാനിസ്ഥാൻ ഉണ്ടായിരുന്നു.
ഇങ്ങനെ ഓരോ കൺട്രീസും പുറത്തുനിന്ന് തന്നെ നമ്മൾ കണ്ടുപോകുന്നു. പിന്നെ ചൈന കണ്ടപ്പോൾ നമുക്ക് അവിടെ ഒന്ന് കയറാം എന്ന് വിചാരിച്ചിട്ട്, മിക്കതും നമുക്ക് ചൈന സെറ്റ് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുമല്ലോ, അങ്ങനെ അവിടെ കയറി. അവിടെ ഈ പറയുന്ന പോലെ തന്നെ സത്യം പറഞ്ഞാൽ കുറേ സാധനങ്ങൾ കിട്ടണത് ഈ ചൈന തന്നെയാണ് കേട്ടോ. അത്രത്തോളം സാധനങ്ങളുണ്ടായിരുന്നു, നല്ല രസമാണ്. ഈ ബൊമ്മക്കുട്ടീനൊക്കെ നോക്കി. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരോടും ബാർഗെയിൻ ചെയ്ത് വേണം നമുക്ക് എന്തെങ്കിലും വാങ്ങിക്കാനായിട്ട്. അത്രയും നടന്നു വന്നപ്പോഴേക്കും നമ്മൾ അവിശ്വതയാവും കേട്ടോ. നമ്മൾ കുറച്ച് നടക്കുമ്പോഴേക്കും നമ്മുടെ കാലൊക്കെ കഴച്ചൊടിയും, എവിടെയെങ്കിലും ഒന്ന് ഇരുന്നാൽ മതി എന്നാവും. പിന്നെ പോരാത്തതിന് രാത്രിയാകുമ്പോൾ നല്ല കാറ്റാണ്. ഗൈസ്, ഇതെന്താന്ന് മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഇന്ത്യ. ഇവിടെ വരെ വന്നിട്ട് ഇന്ത്യ കാണണമല്ലോ. അപ്പോൾ അവിടെ ഒന്ന് ജസ്റ്റ് കയറിയായിരുന്നു. അവിടെ കയറിയപ്പോൾ ഞാനൊരു ബ്രേസ്ലെറ്റ് കണ്ടു, എൻ്റെ വാച്ചിന് മേച്ചുള്ളത് എടുത്തായിരുന്നു. പിന്നെ എന്തൊക്കെയോ പാനിപ്പൂരി പോലെ മറ്റേ സംഭവമില്ല, ഇത് ഈ സമൂസ ചാട്ട്, അത് വാങ്ങിച്ചു. അതൊന്ന് ട്രൈ ചെയ്തു. എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ല. ഇതാണ് ഞാൻ വാങ്ങിച്ച സാധനം. ഞാൻ അപ്പം തന്നെ അത് കയ്യിലിട്ട് ഭംഗിയൊക്കെ നോക്കി. നമുക്ക് പിന്നെ എന്ത് കിട്ടിയാലും അത് അപ്പം തന്നെ ഇട്ട് ഭംഗി നോക്കിയില്ലെങ്കിൽ സമാധാനം കിട്ടില്ലല്ലോ. അങ്ങനെ അടുത്ത കൺട്രി തപ്പി നടന്നില്ല ഗൈസ്, വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. കാരണം അത്യാവശ്യം നേരമായിരുന്നു. പിന്നെ പിറ്റേ ദിവസം അവർക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു, പിള്ളേർക്ക് സ്കൂളിലായിരുന്നു. അപ്പോൾ പിന്നെ വീട്ടിലേക്ക് തിരിച്ചു. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഗൈസ്. അപ്പോൾ എൻ്റെ വീഡിയോസൊക്കെ കാണാം. വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ തീർച്ചയായും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.